അമേരിക്കയിൽ കുടിയേറ്റ നിയമങ്ങളിൽ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പല നഗരങ്ങളിലും പല തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഡെമോക്രാറ്റുകൾ ഭരിക്കുന്ന നഗരങ്ങളിലാണ് പ്രധാനമായും ഇതിൻ്റെ പ്രതിഫലനം കാണുന്നതെന്ന് US ഇമിഗ്രേഷൻ അറ്റോർണി ജേക്കബ് സെപോക്നിക്ക് തൻ്റെ യൂട്യൂബ് ചാനലിൽ വ്യക്തമാക്കുന്നുണ്ട്. ട്രംപ് ഭരണകൂടം ആദ്യം ചില സൂചനകൾ നൽകിയിരുന്നു. ചില പ്രധാനപ്പെട്ട ജോലികൾ ചെയ്യുന്നവരെ നാടുകടത്തുന്നത് എളുപ്പമാകുമെന്നായിരുന്നു അത്. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പുതിയൊരു ഉത്തരവ് വന്നു. ലോസ് ഏഞ്ചലസ്, ചിക്കാഗോ, ന്യൂയോർക്ക് തുടങ്ങിയ ഡെമോക്രാറ്റിക് നഗരങ്ങളിൽ നിന്ന് കൂടുതൽ ആളുകളെ നാടുകടത്താനായിരുന്നു പുതിയ നിർദ്ദേശമെന്നും ജേക്കബ് സ്പെക്നിക്ക് പറയുന്നു. ഇതോടെ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റ് ഉദ്യോഗസ്ഥർ കൂടുതൽ പരിശോധനകൾ നടത്താൻ തുടങ്ങി. അവർ കടകളിലും സ്ഥാപനങ്ങളിലും റെയ്ഡ് നടത്തി. മുൻകൂട്ടി തയ്യാറാക്കിയ ലിസ്റ്റുകൾ ഉപയോഗിച്ച് രേഖകൾ ഇല്ലാത്തവരെയും നിയമപരമല്ലാതെ ജോലി ചെയ്യുന്നവരെയും കണ്ടെത്താനായിരുന്നു പദ്ധതി. എന്നാൽ പിന്നീട് ഭരണകൂടം ഒരു അറിയിപ്പ് നൽകി. ഹോട്ടലുകൾ, കൃഷിയിടങ്ങൾ, ഭക്ഷ്യസംസ്കരണ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ റെയ്ഡുകൾ താൽക്കാലികമായി നിർത്തിവെക്കും എന്നായിരുന്നു ആ അറിയിപ്പ്. പ്രസിഡന്റ് ട്രംപ് തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഈ മേഖലകളിൽ ജോലി ചെയ്യുന്ന നല്ല ആളുകളെ നാടുകടത്തലിൽ നിന്ന് ഒഴിവാക്കും, കാരണം ഇവർ വളരെ പ്രധാനപ്പെട്ട ജോലികൾ ചെയ്യുന്നവരാണ്. ഈ ഒരു നിർദ്ദേശം ഡെമോക്രാറ്റിക് നഗരങ്ങളിൽ പോലും ഈ മേഖലയിലുള്ളവർക്ക് ആശ്വാസമായി. ഈ ഇളവ് നൽകാൻ ഒരു കാരണവുമുണ്ടായിരുന്നു. പല സ്ഥാപന ഉടമകളും റെയ്ഡിനെതിരെ രംഗത്ത് വന്നിരുന്നു. ജീവനക്കാരെ നഷ്ടപ്പെട്ടാൽ ഉൽപ്പാദനം കുറയുമെന്നും അത് സ്ഥാപനങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുമെന്നും അവർ വാദിച്ചു. ഇതിൻ്റെ ഫലമായിട്ടാണ് റെയ്ഡുകൾ താൽക്കാലികമായി നിർത്തിവെച്ചത്. എന്നാൽ ഇപ്പോൾ പുതിയൊരു ഉത്തരവ് വന്നിരിക്കുകയാണ്. ഡെമോക്രാറ്റിക് നഗരങ്ങളിൽ കുടിയേറ്റ നിയമം കർശനമാക്കാനാണ് പുതിയ നിർദ്ദേശം. ഇത് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഭരണകൂടം തന്നെ ആരെ നാടുകടത്തണം, ആരെ ഒഴിവാക്കണമെന്ന് തീരുമാനിക്കുകയാണ്. തുടക്കത്തിൽ കുറ്റവാളികളെ മാത്രമാണ് ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ കൂടുതൽ ആളുകളെ നാടുകടത്താൻ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. അതേസമയം ചില ജോലികൾ ചെയ്യുന്ന ആളുകളെ ഒഴിവാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഹോട്ടൽ, കൃഷി, ഫാക്ടറി തുടങ്ങിയ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവരെ തൽക്കാലം ഒഴിവാക്കും. കാരണം ഈ മേഖലകളിലെ ജോലിക്കാർ പ്രധാനപ്പെട്ടവരാണെന്ന് ഭരണകൂടത്തിന് അറിയാം. ഈ ജോലികൾ ചെയ്യുന്നവരെ പെട്ടെന്ന് മാറ്റാൻ കഴിയില്ലെന്നും അവർ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് തൽക്കാലം ഒരു സുരക്ഷിത താവളം പോലെ ജോലി സ്ഥലങ്ങൾ ഉണ്ടാകും. പക്ഷേ ഈ സുരക്ഷ ഇപ്പോഴും ഉണ്ടാകണമെന്നില്ല. ഇത് നിയമമല്ല, ഒരു ഉത്തരവ് മാത്രമാണ്. അതുകൊണ്ട് ഇത് നാളെ മാറിയേക്കാം. IC ഉദ്യോഗസ്ഥർ മറ്റു സ്ഥലങ്ങളിൽ ഇപ്പോഴും പരിശോധനകൾ നടത്തുന്നുണ്ട്. വീടുകളിലും ബസ് സ്റ്റാൻഡുകളിലും തെരുവുകളിലും പരിശോധനകൾ ഉണ്ടാകാം. ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ആൾക്ക് പോലും വീട്ടിൽ റെയ്ഡ് ഉണ്ടാകാം. ആരെങ്കിലും വിവരം നൽകിയാൽ മതി. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, ഭരണകൂടം ചില പ്രധാനപ്പെട്ട ജോലികൾ ചെയ്യുന്നവരെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരെ പൂർണ്ണമായി ഒഴിവാക്കില്ല. ഈ സാഹചര്യത്തിൽ തൊഴിലുടമകളും ജീവനക്കാരും തയ്യാറെടുപ്പുകൾ നടത്തണമെന്ന് ജേക്കബ് സെപോക്നിക്ക് പറയുന്നു. തൊഴിലുടമകൾ ജീവനക്കാരെ കൃത്യമായി കാര്യങ്ങൾ ധരിപ്പിക്കണം. ജോലി സ്ഥലത്ത് റെയ്ഡ് ഉണ്ടായില്ലെങ്കിലും വീട്ടിലോ വഴിയിലോ വെച്ച് അറസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അവരെ അറിയിക്കണം. കൂടാതെ തൊഴിലുടമകൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. I-9 ഫോമുകൾ കൃത്യമായി പരിശോധിക്കുക. നിയമപരമല്ലാത്ത രീതിയിൽ ആരെങ്കിലും ജോലിക്ക് വെക്കുന്നില്ലെന്ന് ഉറപ്പാക്കുക. ഇങ്ങനെ ചെയ്താൽ IC പരിശോധന സമയത്ത് പിഴ ഒഴിവാക്കാം. IC ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് വന്നാൽ എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ച് ഒരു പദ്ധതി തയ്യാറാക്കുക. ജീവനക്കാർക്ക് പേര് വെളിപ്പെടുത്താതെ ഒരു വക്കീലിനെ കാണാനും സംശയങ്ങൾ ചോദിച്ചറിയാനും അവസരമുണ്ടാക്കുക. DACA സ്വീകർത്താക്കളെ നിയമപരമായി സഹായിക്കുക. അവർക്ക് ഗ്രീൻ കാർഡിന് അപേക്ഷിക്കാൻ സൗകര്യമൊരുക്കുക. H-2A, H-2B വിസകൾ എടുക്കാൻ സഹായിക്കുക. റെയ്ഡ് ഉണ്ടായാൽ എന്ത് ചെയ്യണം, ആരെ വിളിക്കണം, എങ്ങനെ പെരുമാറണം എന്നതിനെക്കുറിച്ച് ഒരു ജീവനക്കാരനെ ചുമതലപ്പെടുത്തുക. ഇത് പരിഭ്രാന്തി ഒഴിവാക്കാൻ സഹായിക്കും. രേഖകളില്ലാത്ത ജീവനക്കാരുണ്ടെങ്കിൽ അവരെ എങ്ങനെ സഹായിക്കാമെന്ന് ആലോചിക്കുക. അവർക്ക് നിയമപരമായി എവിടെ താമസിക്കാൻ, എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് നോക്കുക. ജീവനക്കാരും അവരുടെ കുടുംബാംഗങ്ങളും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. രേഖകളില്ലാത്തവർ ഒരു പ്രീ ഡിറ്റൻഷൻ പാക്കേജ് തയ്യാറാക്കി വെക്കുക. അറസ്റ്റ് ചെയ്താൽ ആവശ്യമായ രേഖകൾ ഇതിലുണ്ടാകും. നിങ്ങളുടെ രേഖകളെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ ഒരു വക്കീലിനെ കാണുന്നത് നല്ലതാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എപ്പോൾ വേണമെങ്കിലും മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് തയ്യാറെടുക്കുന്നതാണ് നല്ലത്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.